അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ 1-ാം പാദം ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ കേതുവാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ അവർ സ്ഥിരമായിട്ട് അനുഭവിച്ച് വരുന്നുണ്ട്. അതായത് ആന്തരികമായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ, അതുപോലെ ആത്മപരിശോധന ചെയ്യേണ്ടതായിട്ട് വരിക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യും. ജോലി രംഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പലതരത്തിലുള്ള ഉയർച്ചകൾ ലഭിക്കാനും ഒക്കെ നല്ലതാണ്. കാലം അനുകൂലമാണ്. സമയം ധനപരമായിട്ടുള്ള കാര്യത്തിലും അനുകൂലമാണ്. ലാഭം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ലാഭം ഉണ്ടാവും. ചിലവുകളും അതുപോലെ തന്നെ ഉണ്ടാകും. കുടുംബത്തിൽ ആകട്ടെ കുറച്ചൊക്കെ ഒരു കുടുംബാംഗങ്ങളുമായിട്ട് ചില അകൽച്ചകളും ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ, ഒന്നിച്ചിരിക്കാനുള്ള സമയം കുറവായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായിട്ട് ഉള്ള സ്ട്രെസ്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ശാരീരികമായിട്ടും ശരീരത്തിനും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂര്യനെ ഭജിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യക്ഷേത്രത്തിൽ പോവുക, അഥവാ ശിവക്ഷേത്രത്തിലാണെങ്കിലും അതേ ഫലങ്ങളൊക്കെ തന്നെ ചെയ്യും. അവിടെ അഭിഷേകം ചെയ്യുന്നതും അഭിഷേക തീർത്ഥം കുടിക്കുന്നതും തീർത്ഥസേവ വളരെ നല്ലതാണ്. തൻ്റെ ഉള്ളിലുള്ള ചൂട് കുറയ്ക്കാൻ ഈ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള തീർത്ഥം പാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്.